മഹാഭാരതത്തിൻ്റെ രചനയുടെ അടിസ്ഥാന ദാർശനിക ഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ ബലത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മാരാരുടെ അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടാണ്. ബലം ബലവതാം ചാഹം കാമരാഗവിവർജിതം. ബലവാന്മാരിൽ പ്രശംസിക്കപ്പെടുന്ന തരത്തിൽ വ്യാപൃതമായി കാണുന്ന ബലം ഹേ അർജുന ഞാനാകുന്നു. പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പിന് ഉതകും വിധത്തിൽ ബലം പ്രവർത്തിക്കപ്പെടുന്നുണ്ടോ ആ ബലങ്ങളൊക്കെയും ഞാൻ തന്നെയാണ്. ആ ബലങ്ങളൊക്കെയും എൻ്റെ ബലങ്ങൾ തന്നെയാണ്. അതെല്ലാം ഒറ്റ ബലമാണ്. അതുകൊണ്ട് ബലം ഒരു അദ്വൈതമാണ്. ധാരാളം ബലങ്ങളില്ല, അനേകം ബലങ്ങളില്ല. അനേകം ബലങ്ങളായിട്ട് തോന്നും, പക്ഷെ ബലം ഒന്നേ ഉള്ളൂ. അതാണ് ബലത്തിൻ്റെ അദ്വൈതം, ബലാദ്വൈതം ആണത്. പക്ഷെ അതെങ്ങനെ ആയിരിക്കണം? എൻ്റെ ബലം നിങ്ങളിലൂടെയും എൻ്റെ ബലം പ്രയോഗിക്കപ്പെടാം. വൈദ്യുതിയുടെ ബലം അനേകം ബൾബുകളിലൂടെയും മറ്റനേകം യന്ത്രങ്ങളിലൂടെയും അനേകം ഫാനുകളിലൂടെയും പ്രയോഗിക്കപ്പെടുന്നത് പോലെയാണ്. അത് പ്രയോഗിക്കപ്പെടാം. അതെങ്ങനെ ഇരിക്കണം? അത് കാമരാഗവിവർജിതം. ധർമാവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. അല്ലയോ ഭരതപുത്ര, ഈ ദുഷ്യന്തൻ്റെ മകനെ സർവ്വധവനൻ എന്ന് പറയുന്ന അയാൾക്ക് ഭരതൻ എന്ന പേരുണ്ടായിരുന്നു. അയാൾ വലിയ ചക്രവർത്തിയായിരുന്നു. അയാളുടെ വംശത്തിൽ ജനിച്ചതുകൊണ്ടാണ് ഇവരെ എല്ലാവരെയും ഭാരത എന്ന് വിളിക്കുന്നത്. ഭരതൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ടവനെ എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ധൃതരാഷ്ട്രയെയും വിളിക്കും, പാണ്ഡുവിനെയും വിളിക്കും, ദുര്യോധനനെയും വിളിക്കും, മറ്റ് പഞ്ചപാണ്ഡവന്മാരെയും വിളിക്കും. ആ കൂട്ടത്തിലാണ് അർജുനനെ വിളിക്കുന്നത്. ധർമാവിരുദ്ധോ ഭൂതേഷു. ഭൂതങ്ങളിൽ ധർമ്മത്തിന് അനുകൂലമായി കാണുന്ന ധർമാനുകൂലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാമങ്ങളും ഞാൻ തന്നെയാണ്. അപ്പോൾ അധാർമികമായി ബലം പ്രയോഗിക്കുകയോ സ്വന്തം കാമത്തിൻ്റെ പൂരണത്തിന് വേണ്ടി, സ്വന്തം ആഗ്രഹത്തിൻ്റെ പൂരണത്തിന് വേണ്ടി ബലം പ്രയോഗിക്കാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ അധർമ്മം ബലവാന് എന്തധർമ്മവും ചെയ്യാം എന്നാണ് നേശേ ബലസ്യേതി ചരേതധർമ്മം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ന മാരാരുടെ കണ്ടുപിടുത്തത്തിൻ്റെ സ്ഥിതി എന്തായി? പക്ഷേ ഇവിടെ ഈ നായമാത്മാ ബലഹീനേന ലഭ്യ, ഇവിടെ ഈ ബലത്തിന് ഏതർത്ഥാണ്? ദുർബലനെ തപസ്യാനൊക്കെ ഇല്ല. തപസ്യാതെ എങ്ങനെയാണ് എൻ്റെ ബലം അറിയുന്നത്? ശാരീരികമായ ദൗർബല്യമാണോ അതോ? അല്ലല്ല, ശാരീരികമായ ദൗർബല്യവും അതിൻ്റെ നിഴലിൽ, ഈ ആശയത്തിൻ്റെ നിഴലിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഡയോജനീസിനാണോ ശാരീരികമായ ബലം? അലക്സാണ്ടർക്കാണ്. അലക്സാണ്ടർക്ക് ബലമുള്ള ശരീരമാണ്. ഇപ്പോഴത്തെ മാതിരി ഉള്ള ഭരണാധികാരികളല്ലല്ലോ അവർ. യുദ്ധത്തിൻ്റെ മുൻവശത്ത് നിന്ന് പടയാളികളുടെ സൈന്യത്തിൻ്റെ മുൻവശത്ത് നിന്ന് പട നയിക്കുന്നവരാണ്. ഇപ്പം ശാരീരിക ബലം ദിലീപൻ പറയും, സ്വവീര്യ ഗുപ്താഹി മനോപ്രസൂതി. ഞങ്ങൾക്ക് അംഗരക്ഷകന്മാർ വേണ്ട. ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് എങ്ങനെയാണ്? ആ അംഗരക്ഷകന്മാർ വേണം, അല്ലെങ്കിൽ അവർ ഓടിക്കളയും. അപ്പം ഇത് അപകടത്തിൽപ്പെടാതെ അവർ രക്ഷപ്പെടും. ഓട്ടത്തിൽ അവരോട് ജയിക്കില്ല. മറ്റേ ഒളിമ്പിക് മത്സരത്തിൽ പങ്കെടുക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓടി രക്ഷപ്പെട്ടുകളയും. ഇവ ഓടി രക്ഷപ്പെട്ടിരുന്ന ഭരണാധികാരികളല്ല സൂര്യവംശ രാജാക്കന്മാരും ചന്ദ്രവംശ രാജാക്കന്മാരും. അതുകൊണ്ട് അവർക്ക് അംഗരക്ഷകന്മാർ വേണ്ട. അതുകൊണ്ട് പരിമേയ പുരസ്സര. എവിടെ പോകുമ്പോഴും ഈ രാജാവ് പോകുന്നു എന്ന വിവരം അറിയിക്കുന്നതിന് വേണ്ടി ചടങ്ങിനുള്ള അംഗരക്ഷക സന്നാഹങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അത് രാജാവാണ് ചെല്ലുന്നതെന്ന് അറിയാനാണ്, അല്ലാതെ അവരുടെ അംഗരക്ഷകന്മാരല്ല. അതാണ് നായമാത്മാ ബലഹീനേന ലഭ്യ. മാനസിക ബലമില്ലാത്തവന്, തപോബലമില്ലാത്തവന് ഈ ആത്മാവിനെ ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ സാധിക്കില്ല എന്നർത്ഥം. ആത്മസാക്ഷാത്കാരം ഉണ്ടാവില്ല, ജ്ഞാനം ഉണ്ടാവില്ലെന്നാണ് ബലമില്ലാത്തവന്. എന്താണ് ബലം? പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബലം വേണം. കണ്ണ് കാണാൻ വയ്യ, എങ്ങനെയാണ് അവർക്ക് ജ്ഞാനം ഉണ്ടാകുന്നത്? എഴുന്നേറ്റ് നടക്കാൻ വയ്യ, കണ്ണുകൊണ്ട് ജ്ഞാനം ഉണ്ടാവും. കണ്ണുകൊണ്ട്.
എങ്ങനെ ഉണ്ടാകും? പഞ്ചേന്ദ്രിയങ്ങൾ ദുർബലങ്ങളാണ്, എങ്ങനെ ജ്ഞാനമുണ്ടാകും? പ്രപഞ്ചത്തെക്കുറിച്ച് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സമാർജിച്ച ജ്ഞാനമാണല്ലോ ഗ്രന്ഥങ്ങൾ സമാഹരിക്കപ്പെടുന്നത്. അല്ല, ഈ പ്രജ്ഞാനവും വിജ്ഞാനവും തമ്മിൽ വ്യത്യാസമില്ലേ? ഈ പ്രജ്ഞാനത്തിന് ഈ പഞ്ചേന്ദ്രിയങ്ങളുടെ ബലം അത്യന്താപേക്ഷിതമാണോ? വേണം. എങ്ങനെ പരിശോധിച്ച് നോക്കും? പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പരിശീലനം നേടി പിന്നെ പഞ്ചേന്ദ്രിയങ്ങളുടെ ജ്ഞാനത്തെ, പഞ്ചേന്ദ്രിയങ്ങൾ തരുന്ന വിവരത്തെ ഉപേക്ഷിക്കാം. വിവരത്തിൽ നിന്നാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. അതിനാണ് പഞ്ചേന്ദ്രിയങ്ങൾ നിയന്ത്രിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ ദുർബലങ്ങളാണെങ്കിൽ പിന്നെ നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്ക് ബലമുള്ളത് കൊണ്ടാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കുതിരകളെപ്പോലെ കുതിച്ച് ചാടും ഇഷ്ട വിഷയങ്ങളിലേക്ക്, ഭംഗിയുള്ള വസ്തുക്കളിലേക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കുതിച്ച് ചാടും. ഭംഗിയുള്ള സാധനം അവിടെ ഇരുന്നാൽ നമ്മൾ നോക്കി നിൽക്കും. ആ ഭംഗിയുള്ള സാധനത്തിൽ നല്ല പാട്ട് കേട്ടെന്നാൽ ചെവി അങ്ങോട്ട് പോകും. നല്ല നൃത്തം കണ്ടാൽ അത് നോക്കിക്കൊണ്ടിരിക്കും. നൃത്തത്തിലെ കലയായിരിക്കില്ല ആസ്വദിക്കുന്നത്, നർത്തകിയുടെ ചാട്ടമായിരിക്കും ആസ്വദിക്കുന്നത്. നല്ല പഞ്ചവാദ്യം കേട്ടെന്നാലും ചെവി അങ്ങോട്ട് പോകും. തൊലിക്ക് സുഖം നൽകുന്ന എന്ത് കണ്ടാലും അതുമ്മേ ചാരി നിൽക്കും. അപ്പോൾ തൊലി നമ്മളെ വലിച്ചുകൊണ്ട് പോകും. ആ മൃദുവായ ഒരു സംഗതി ഇരിക്കുന്നു, പോയി ചാരടാ എന്ന് പറയും, പോയി ചാരും. അങ്ങനെയാണ് ഈ മെത്തയൊക്കെ ചിലവാകുന്നത്. അതുമ്മേ കിടക്കുന്നത് പോലെ അപകടം വേറെയില്ല. പക്ഷേ ഈ തൊലിയുടെ പ്രേരണയാണ്. അതുപോലെ തിന്നുന്ന സാധനങ്ങൾ വേണ്ടെങ്കിലും തിന്നും, രുചിയുള്ളതാണെങ്കിൽ തിന്നില്ലേ, രുചിയുള്ളതാണെങ്കിൽ തിന്ന് മടുത്ത് ചെടിച്ചിരിക്കുകയായിരിക്കും, എങ്കിലും കഴിക്കും. എന്തിനാണ്? വെറുതെ സ്വാദ് അനുഭവിക്കാനാണ്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സ്വാദ് അനുഭവിക്കാൻ ജന്മ സിദ്ധമായിട്ട് തന്നെ കഴിവില്ലെങ്കിലോ അത് നിയന്ത്രിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതവിടെ മരം പോലെ ഇരുന്നോളൂ. അപ്പോൾ ഇത് നിയന്ത്രിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? പ്രജ്ഞാനം ഉദയം ചെയ്യുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെ അകത്തേക്ക് തിരിച്ചു പിടിക്കണം. സിനിമ കാണുമ്പോഴെങ്ങനെയാണ്? സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് പോയി അല്ലേ? ഇപ്പോൾ സിനിമ സുഖമായിട്ട് കാണണമെങ്കിൽ സിനിമ കാണുന്ന ആളുകൾക്ക്, ചലച്ചിത്രം കാണുന്ന ആളുകൾക്ക് തിയേറ്ററിൽ വെളിച്ചം പാടില്ല. അപ്പോൾ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് കളയും. അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളുടെ തുമ്പത്തുള്ള ദീപം കെടുത്തി കളയണം. എന്നിട്ട് ഈ ശക്തി എല്ലാം കൂടി അകത്തേക്ക് തിരിച്ചു പിടിക്കണം. ഇതെല്ലാം കൂടി ഈ സിനിമയുടെ ഫിലിം ഓടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, പ്രൊജക്ടർ. പ്രൊജക്ടർ. അതിൻ്റെ അകത്തേക്ക് ഈ ശക്തിയെല്ലാം കൂടി വരും, ഈ വൈദ്യുത ശക്തിയെല്ലാം കൂടി. അതുപോലെ ഇതകത്തേക്ക് തിരിച്ചു പിടിക്കണം. അപ്പോഴവിടെ ചില ചിത്രങ്ങൾ കാണും, അവിടെ ചില സിനിമകൾ കാണും. അത് ആത്മാവിൻ്റെ സിനിമയാണ്, അത് ആത്മാവിൻ്റെ പ്രകാശമാണ്, ആത്മാവിൻ്റെ ശക്തിയാണ്. ആത്മാവിൻ്റെ ശക്തി വിജൃംഭിച്ചു തുടങ്ങിയാൽ ഈ പ്രപഞ്ചം മുഴുവൻ കിടുകിടാ പറയ്ക്കും അത്തരമാളിൻ്റെ മുമ്പിൽ. അമർച്ച വരുത്താനൊക്കില്ല. അധർമ്മങ്ങൾ കൊണ്ട് അത്തരം ഒരു വ്യക്തിയെ അമർച്ച വരുത്താൻ സാധ്യമല്ല. ആയുധങ്ങൾ കൊണ്ട് ഭീഷണിപ്പെടുത്താൻ സാധ്യമല്ല. ബാഹ്യശക്തിക്ക് അയാൾ വിധേയനാവുകയില്ല, ബാഹ്യശക്തിയെ അയാൾ മാനിക്കുകയില്ല. അയാൾ ധർമ്മത്തിന് വേണ്ടി നിലനിൽക്കും. അതാണ് ബലം. ബലവതാം ചാഹം കാമരാഗവിവർജിതം. കാമമുണ്ടായാൽ കാമത്തിൽ നിന്നാണ് രാഗമുണ്ടാകുന്നത്. കാമിച്ച വസ്തുവിനായി എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നതാണ് രാഗം. പിന്നെ അത് മനസ്സിൽ നിന്ന് പോകില്ല. ഇപ്പം കാമിച്ച വസ്തുവിലുള്ള നിത്യമായ സംഘം, നിത്യമായ ഒട്ടിച്ചേരൽ, അതെനിക്ക് വേണം, അതെനിക്ക് വേണം, അതെനിക്ക് വേണം എന്നിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. അതാണ് രാഗം. അപ്പോൾ ബലം എങ്ങനെയുള്ളതായിരിക്കണം? ബലം യഥാർത്ഥമായ ബലമാകണമെങ്കിൽ അത് കാമരാഗ വിവർജിതമായിരിക്കണം. ബലം ബലവതാം ചാഹം കാമരാഗ വിവർജിതം. ഇപ്പോൾ കാമവും രാഗവും ഇല്ലാത്ത ബലം മാത്രമേ ശുദ്ധമായ ബലമായി, ധാർമ്മികമായ ബലമായി അംഗീകരിക്കുകയുള്ളൂ എന്നാണ് ഗ്രന്ഥത്തിൻ്റെ ആത്മാവിൽ എഴുതി വച്ചിരിക്കുന്നത്. ഗ്രന്ഥത്തിൻ്റെ നെറ്റിക്ക് അങ്ങനെ ഒരു പൊട്ടുകുത്തിയിട്ടുണ്ട് വ്യാസൻ.
അദ്ദേഹത്തിൻ്റെ ദർശനം കൊണ്ട്. മഹാഭാരതം എന്ന് പറയുന്ന 1,25,000-ഓളം ശ്ലോകങ്ങളുള്ള അതിബൃഹത്തായ ഗ്രന്ഥത്തിൻ്റെ നെറ്റിക്ക് എഴുതി വച്ചിരിക്കുന്നത് ഈ ശ്ലോകമാണ്. ബലം ബലവതാം ചാഹം. ബലവാന്മാരായ ബലവാന്മാരിലൊക്കെ ബലമായിട്ട് വർത്തിക്കുന്നത് അത് യഥാർത്ഥമായ ബലമാകണമെങ്കിൽ എന്ത് വേണം? അത് കാമരാഗവിവർജിതം, കാമത്തിൽ നിന്നും രാഗത്തിൽ നിന്നും മുക്തമായിരിക്കണം. ഇവിടെ താൻ തോറ്റുകഴിഞ്ഞ് പുനർദ്യൂതത്തിലും ദ്യൂതത്തിലും തോറ്റുകഴിഞ്ഞ് തനിക്ക് കൈവിട്ടുപോയ തൻ്റെ പ്രതിജ്ഞ മുഖാന്തരം കൈവിട്ടുപോയ നിബന്ധന മുഖാന്തരം കൈവിട്ടുപോയ രാജ്യത്തെ സൈനിക ബലം പ്രയോഗിച്ചും ധനത്തിൻ്റെ ബലം പ്രയോഗിച്ചും മറ്റ് തരത്തിലുള്ള ബാഹ്യമായ ബലങ്ങളെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം പിടിച്ചെടുത്താൽ അതെങ്ങനെയുള്ള ബലപ്രയോഗമായിരിക്കും? അത് അധമമായ ബലപ്രയോഗമായിരിക്കും. എന്തിൻ്റെ ദൃഷ്ടിയിൽ? വ്യാസൻ്റെ തന്നെ ദർശനമായ ഭഗവത്ഗീതയുടെ ദർശനത്തിൻ്റെ ദൃഷ്ടിയിൽ. ഇപ്പോൾ മാരാരുടെ അഭിപ്രായം ഇവിടെ പോയി. മാരാരുടെ ആരാധകന്മാർക്ക് എന്ത് നിൽക്കക്കള്ളിയാണുള്ളത്? അവിടെ പക്ഷെ രാജ്യ താല്പര്യത്തിൻ്റെയും ജനക്ഷേമത്തിൻ്റെയും ഒരു പ്രശ്നം ഉദിക്കുന്നില്ലേ? ഇല്ല. എന്ത് ജനക്ഷേമം? ജനക്ഷേമത്തിൻ്റെ എന്ത് പ്രശ്നം? രാജ്യത്തെയും ജനങ്ങളെയും അധാർമിക ശക്തികൾക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ക്ഷത്രിയനായ ധർമ്മപുത്രരും സഹോദരന്മാരും കാട്ടിലേക്ക് യാത്രയാവുന്നു. സത്യം എന്നേക്കുള്ളതാണ്. ഒരിക്കലും ആരും സത്യം ലംഘിക്കരുത്. ഇവിടെ ഒരു സത്യം ചെയ്തു. രാജ്യത്തിൽ ജനങ്ങൾക്ക് കഷ്ടപ്പാടുണ്ടാകും എന്നതിൻ്റെ പേരിൽ അത് ലംഘിച്ചാൽ പിന്നീടുള്ളവർക്കൊക്കെ എപ്പോഴും സ്വാർത്ഥന്മാർക്കൊക്കെ അയ്യോ ജനങ്ങൾക്ക് കഷ്ടപ്പാട് വരും, അതുകൊണ്ട് ഞാൻ രാജ്യം ഉപേക്ഷിക്കില്ല എന്ന് പറയാൻ അതൊരു മാർഗദർശകമായി കൃത്യമായിട്ട് വരും. അങ്ങനെയല്ല ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ തെറ്റ് ചെയ്തേച്ചും എന്നെ ജനങ്ങൾക്കറിയാം. എന്ത് ജനങ്ങൾക്കറിയാം? സഹിക്കരുതാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ നേതാക്കന്മാർ എന്താ പറയുന്നത്? അത് എന്നെ ജനങ്ങൾക്കറിയാം, ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അതിലൊരാളായിട്ട് മാനവ ധർമ്മപുത്രർ. എന്ത് തരത്തിലുള്ള അഴിമതി ആരോപണം വന്നാലും ഞാനങ്ങനെ ചെയ്യില്ലെന്ന് ജനങ്ങൾക്കറിയാം. എൻ്റെ ജീവിതം തുറന്ന പുസ്തകം പോലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കാശ് മേടിച്ച് സ്വിസ് ബാങ്കിൽ കൊണ്ട് ഇട്ടിരിക്കുകയായിരിക്കുമേ കമ്മീഷനെ. മഹാഭാരതത്തിലെ നായകൻ അല്ലെങ്കിൽ തിളങ്ങുന്ന കഥാപാത്രമായ ശ്രീകൃഷ്ണൻ യുദ്ധവേളയിൽ സത്യം ലംഘിക്കുന്നു. ആയുധമെടുക്കില്ല എന്നുള്ള ലംഘിച്ചില്ല. ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞാൽ തൽക്കാലത്തേക്കുള്ളൊരു ഉപാധിയാണ്. ആയുധം എടുത്തില്ല. അപ്പോഴും ഇവനെ ചൊടിപ്പിക്കാനാണ്. അർജുനൻ മണ്ണുണ്ണിയെ പോലെ നിൽക്കുകയാണേ. ഒറ്റയ്ക്ക് ഇവരെയൊക്കെ തോൽപ്പിക്കാൻ കഴിയുന്ന ആൾ വെറുതെ മണ്ണുണ്ണിയെ പോലെ നിന്നുകൊണ്ട് ലഘുയുദ്ധം ചെയ്യുന്നു. അവനെ ചൊടിപ്പിക്കാൻ ചെയ്തതാണതല്ല. അല്ലാണ്ട് അർജുനൻ അദ്ദേഹത്തിൻ്റെ കൈക്ക് കയറി പിടിച്ചു ഭീഷ്മനെ എടുക്കാറായപ്പോൾ തൂങ്ങിക്കിടന്നു കയ്യിൽ അർജുനൻ. ഇത്ര ബലശാലിയായ അർജുനൻ വെറുതെ കയ്യെ തൂങ്ങിക്കിടന്നു. അവനെ വിളിച്ചുകൊണ്ട് 10 അടി മുന്നോട്ട് പോയി. യുദ്ധത്തിൽ പങ്കെടുക്കാനല്ല. ഈ ചെല്ലുന്ന ആളിൻ്റെ ആയുധമൊന്നുമില്ലെന്നേ, ചാട്ട മാത്രമേ ഉള്ളൂ. ലോകത്തിൽ അങ്ങനെ ഒരു സങ്കല്പമേ ഇല്ല. യുദ്ധത്തിൽ ഒരുത്തൻ പറയുകയാണ്, യുദ്ധത്തിൽ രണ്ടു പക്ഷത്തു നിന്നും അന്ന് സുവിജ്ഞാതമായിരുന്ന എല്ലാ മാരകായുധങ്ങളുടെയും സജ്ജീകരണമുള്ള 2 സേനകളുടെ കൂട്ടത്തിൽ തമ്മിൽ കൊല്ലാൻ നിൽക്കുന്ന ജിഘാംസുക്കളായ സേനകളുടെ കൂട്ടത്തിൽ വെറുതെ ആയുധമെടുക്കാതെ നിന്നോളാം എന്ന് ആരെങ്കിലും പറയുമോ? ബോധമുള്ളവരാരെങ്കിലും? എനിക്ക് ഭ്രാന്തനായിരിക്കണം. കൃഷ്ണൻ ഭ്രാന്തനാണെന്ന് വ്യാസൻ പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നോ? എങ്ങനെ ആയുധം എടുക്കില്ല എന്ന് കൃഷ്ണൻ? ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആയുധം എടുത്തില്ലല്ലോ. എന്താ ആയുധം ഇരിക്കുന്നൊന്നുമില്ല. ചാട്ട ആയുധമല്ല. ചാട്ട കുതിരയെ നിയന്ത്രിക്കാനാണ്. ചാട്ടയും കടിഞ്ഞാനും മാത്രമേ ഉള്ളൂ. അല്ല, അപ്പൊ കൃഷ്ണൻ അങ്ങനെ പറഞ്ഞത് പറഞ്ഞത് ലംഘിച്ചില്ലല്ലോ. യുദ്ധത്തിൽ പങ്കെടുത്തില്ല. വടിയെടുത്ത് ഓങ്ങി. സാങ്കേതികമായി നമുക്കത് ആയുധം എടുത്തില്ല എന്ന് പറയാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആയുധം എന്താനും യുദ്ധം ചെയ്യാനും ദാർശനികമായിട്ടോ ആയുധം എടുത്തില്ല. അർജുനൻ ഈ ഭഗവത്ഗീത ഉപദേശിക്കപ്പെട്ടുവെങ്കിലും അർജുനൻ ഒരു ഭാരതീയനായിട്ട് നിൽക്കുകയാണ്. അപ്പോഴും ഭാരതീയർക്കുള്ള പ്രത്യേകത എന്താണ്? സംശയം ഒഴിഞ്ഞിട്ട് നേരമില്ല. പാകിസ്ഥാനോട് അങ്ങനെ പറയാമോ? ഇറാനോട് അങ്ങനെ പറയാമോ? ആസ്ട്രേലിയയോട് ഇങ്ങനെ പറയാമോ? ഇതാണ് നമ്മുടെ പ്രധാനമന്ത്രിമാരുടെയൊക്കെ പ്രശ്നമേ.
ഈ പ്രശ്നമൊന്നും മാവോ സേതുങ്ങിന് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? അമേരിക്കയുടെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞു. അവസാനം ലോക കമ്മ്യൂണിസമാണല്ലോ. കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക ദേശത്തിന് മാത്രമുള്ളതല്ലോ, അത് സാർവലൗകികമായ ഗൗരവമുള്ള ഒരു ചിന്താവിഷയമാണല്ലോ. സ്റ്റാലിനോട് പോയി പണി നോക്കെന്ന് പറഞ്ഞു. മാവോ സേ ദോങ് എന്താ അങ്ങനെ പറഞ്ഞത്? സഖാവേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കായിരുന്നില്ലേ? അപ്പോൾ അയാളുടെ ലക്ഷ്യം വേറെയാണെന്ന് മാവോ സേ ദോങ്ങിന് മനസ്സിലായി. ദോങ്ങായാലും തൂങ്ങായാലും. മാവോ സേ തൂങ്ങെന്നും പറയും, മാവോ സേ ദോങ് എന്നും പറയും. തൂങ് ദോങ് എന്ന് വേണമെങ്കിൽ ചേർത്ത് പറയാൻ നോക്ക്. എന്തായാലും ആ പരിപാടി അദ്ദേഹം നിർത്തിക്കളഞ്ഞു. അത് സംശയമൊന്നുമില്ല കാര്യത്തിലേ. ചൈനയുടെ അഭിവൃദ്ധിക്ക് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ മാവോ സേതുങ്ങിന് ഒരു സംശയവുമില്ല, വേറെ അഭിപ്രായങ്ങളോട്ട് സ്വീകരിക്കുമില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റോടെ പോയി. സാർവലൗകികമാണല്ലോ. സാർവലൗകികം മാത്രമല്ല, ആ ഭൂമിക്ക് പുറത്ത് ചൊവ്വയിലും അത് ബാധകമാണ്, വ്യാഴത്തിലും അത് ബാധകമാണ്, സർവ്വസൗരയൂഥങ്ങളിലും പിന്നെ മിൽക്കി വേയിലും അത് ബാധകമാണ്, അഖില ബ്രഹ്മാണ്ടങ്ങളിലും അത് ബാധകമാണ്. അങ്ങനെ ഒരു ചിന്ത ലോകത്തിൽ അത് മാത്രമല്ലേ ഉള്ളൂ. ഒരാഗ്രഹക്കാരും ചിന്തയുണ്ടോ ലോകത്ത്? അത്ഭുതകരമായ ചിന്ത. മിണ്ടിയ ഉടനെ നടപ്പാവും. അതാണ് ആ ചിന്തയുടെ പ്രത്യേകത. വാക്ക് പറഞ്ഞു, ആ വാക്ക് പാലിച്ചു. എന്താ വാക്ക് ലംഘിച്ചത് കൃഷ്ണൻ? പ്രതിജ്ഞ ലംഘിച്ചില്ലല്ലോ. കൃഷ്ണൻ പ്രതിജ്ഞയൊന്നും ചെയ്തില്ല, വാക്ക് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ വാക്ക് പറഞ്ഞാൽ അത് പ്രതിജ്ഞയ്ക്ക് തുല്യമാണ്. അദ്ദേഹം ഇവിടെ ലംഘിച്ചു. ഭീഷ്മരുടെ നേരെ ഓടിച്ചെന്നു. ഇയാൾ ഈ ഭഗവത്ഗീത ഉപദേശിച്ച് കേട്ടിട്ടും അയാൾക്ക് സംശയം ഒഴിയുന്നില്ല അർജുനന്. ഇടയ്ക്ക് പിന്നെയും ചോദിക്കും കൃഷ്ണനോട്. അപ്പോൾ അയാളെ ചൊടിപ്പിക്കാനാണ്. ഭഗവാന്റെ എന്നെ കൊണ്ട് വാക്ക് ലംഘിക്കരുത് എന്നുള്ളൊരു വാശിയെങ്കിലും ഇയാൾക്ക് വരുമല്ലോ. അപ്പോൾ ചൊടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മകനെ അകൃത്യം ചെയ്യുന്ന മകൻ്റെ നേരെ അടിക്കാൻ വടി ഓങ്ങുന്നത് പോലെയാണ്. വടി ഓങ്ങിയല്ലോ എന്ന് പറഞ്ഞാലോ? വടി ഓങ്ങി തല്ലിയില്ല. തല്ലാനല്ല വടി ഓങ്ങിയത്, അവനെ പഠിപ്പിക്കാൻ. കൊച്ചിനെ കൊണ്ട് വായിപ്പിക്കാനാണ് വടി ഓങ്ങിയത്. അല്ലെങ്കിൽ അവനെ കൊണ്ട് മരുന്ന് കഴിപ്പിക്കാനാണ്. എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് കൊഞ്ചി പറഞ്ഞു, കുഴഞ്ഞു പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞിട്ട് അവൻ മരുന്ന് കുടിക്കില്ലെങ്കിൽ അപ്പോൾ ഒരു വടിയെടുക്കും, പഠിപ്പിക്കും. അടിക്കില്ല, ചിലപ്പോൾ അടി കൊടുത്തു എന്ന് വരും. ഭീഷ്മരുടെ കാര്യത്തിന് കയറി പിടിച്ചു എന്നിരിക്കും ചിലപ്പോൾ. ഒന്ന്, പിന്നെ വാക്ക് പറയാനും വാക്ക് ലംഘിക്കാനും അധികാരമുള്ള ആളാണ് കൃഷ്ണൻ. എന്താണ്? അതീത പുരുഷനാണ്. നിങ്ങളുടെ ലോകത്തിലല്ല ഭഗവാൻ ജീവിക്കുന്നത്. അപ്പൊ ഈ കൃഷ്ണന്റെ പോലുള്ള വ്യക്തികളുടെ പ്രവൃത്തികൾ ഈ ധർമാധർമ്മങ്ങളുടെ ചട്ടക്കൂടിൽ മാതൃകയാക്കാൻ സാധിക്കില്ല. മാതൃകയാക്കാവുന്നത് ധർമ്മോത്തരയാണ്. കൃഷ്ണനെ മാതൃകയാക്കാൻ നോക്കില്ല. ഭൂമിയിൽ കാലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ലോകങ്ങളുടെയും മുകളിലാണ് തല നിൽക്കുന്നത്. ധർമാധർമ്മങ്ങൾക്ക് അതീതനായി നിൽക്കുന്നത്. ധർമാധർമ്മങ്ങളുടെ കെട്ടുകളൊന്നുമില്ല. തൻ്റെ കയ്യിലും കാലിലും ധർമാധർമ്മങ്ങളുടെ കെട്ടുകളില്ല. ധർമാധർമ്മങ്ങൾക്ക് അതീതനായ ഒരു വ്യക്തി ഉണ്ടായാൽ ആ വ്യക്തി എങ്ങനെ ജീവിക്കും എന്നാണ് ചിന്തിക്കുന്ന വ്യാസൻ. അതുകൊണ്ട് അത് മാതൃകയാക്കരുത്, അത് ദൃഷ്ടാന്തമാക്കരുത്, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ദൃഷ്ടാന്തമാക്കരുത്. വിശ്വരൂപം കാണിച്ചു അദ്ദേഹം. നമുക്ക് വിശ്വരൂപം കാണിക്കാൻ ഒക്കുമോ? കാണിക്കാൻ ഒക്കില്ല. അപ്പോൾ ധർമ്മപുത്രർക്ക് അത് മോഹിക്കാൻ പറ്റുമോ? മോഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ധർമ്മപുത്രർക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ കൃഷ്ണൻ ചെയ്തു എന്നിരിക്കും, ചെയ്യും. അത് ലോകത്തിനുള്ള ഉപദേശമല്ല. അത് ലോകത്തിനുള്ള ഉപദേശം ഭഗവത്ഗീത കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് സുഖമുണ്ടാവും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ അവിടെ ലംഘനത്തിൻ്റെ പ്രശ്നം ഉദിക്കുന്നില്ല. അത് അർജുനനെ ചൊടിപ്പിക്കാനുള്ള ഒരു ഞൊടുക്ക് വിദ്യയായിരുന്നു. അയാൾ ചൊടിക്കുകയും ചെയ്തു. ഇത് 2 പ്രാവശ്യമായപ്പോൾ. അങ്ങനെയാണ് ഭീഷ്മരെ കൊല്ലാൻ അയാൾ മനസ്സുകൊണ്ട് ഉറയ്ക്കുന്നത്. ഭഗവത്ഗീത ഉപദേശിച്ചതുകൊണ്ട് മാത്രം അയാൾക്ക് കൊല്ലണമെന്ന് തോന്നിയില്ല. പിന്നെയും അയാളുടെ ഉഴപ്പൻ യുദ്ധമായിരുന്നു. അതിന് വാക്ക് പറഞ്ഞിരിക്കുന്നത് മൃദുയുദ്ധമെന്നാണ്. ഒരു കളിയുദ്ധം ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നു. ഇങ്ങോട്ട് വരുന്നതിനൊക്കെ തടുത്ത് നിൽക്കുക എന്നുള്ളതല്ലാതെ ആക്രമിച്ച് മുന്നേറിയില്ല. ഇയാളെ ആക്രമിച്ച് മുന്നേറ്റാൻ വേണ്ടി ചെയ്ത ഒരു തന്ത്രമായിരുന്നു. എന്ത്? അത് ധാർമ്മികമായ തന്ത്രവുമാണ്. അതിന് ധർമ്മശാസ്ത്രങ്ങളുടെ അനുവാദവുമുണ്ട്. 2 പ്രാവശ്യം ഭീഷ്മൻ്റെ നേരെ ചാടിക്കൊണ്ട് ചെന്നു. ഭീഷ്മരെ പരമാവധി അധിക്ഷേപിക്കുകയും ചെയ്തു. നീയാണ് ദുഷ്ടന്മാർക്കെല്ലാം കാണപ്പെട്ട ദൈവമെന്ന് പറഞ്ഞു ഭീഷ്മരോട് ഭഗവാൻ. അപ്പോൾ ഭീഷ്മരുടെ ആരാധകന്മാരൊക്കെ അവിടെ പോയി.
നീ പരമദുഷ്ടനായ ഒരു വ്യക്തിയാണ്, അതെനിക്കറിയാം, അത് ഞാൻ നിന്നോട് പറയുകയും ചെയ്യുന്നു. എന്താണ് കാര്യം അങ്ങനെ പറയാൻ കാരണം? പറയാൻ ഈ ഭീഷ്മർ ഒരു മനുഷ്യൻ്റെ ജീവിതം നമ്മുടെ ഈ താൽക്കാലികമായ ജന്മത്തിലെ ജീവിതം കൊണ്ട് അവസാനിച്ചു പോകും എന്ന് വിചാരിക്കുന്ന തരത്തിലുള്ള ഒരു അശാസ്ത്രീയ ബുദ്ധി ആയിരുന്നില്ല കൃഷ്ണൻ്റേത്. ജീവിതം അങ്ങനെ അങ്ങോട്ട് അവസാനിച്ചൊന്നും പോകില്ല. ജീവിതം അങ്ങനെ അങ്ങോട്ട് അവസാനിച്ചു പോയെന്നാൽ പ്രപഞ്ചത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വരും. ശാസ്ത്രത്തിന് പോലും ശാസ്ത്രീയമായി ചിന്തിച്ചാൽ അത് നിഷേധിക്കാൻ വയ്യാതെ വരും. നമ്മുടെ അമ്മ പ്രസവിച്ചപ്പോൾ മുതൽ മാത്രമാണ് നമ്മുടെ ജീവിതം നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അമ്മയുടെ ഗർഭത്തിൽ ഭ്രൂണരൂപത്തിൽ നാം രൂപപ്പെടുന്നതോട് മാത്രമാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് എന്ന് വിചാരിച്ചാൽ അത് മൂഢമായൊരു വിചാരമായിരിക്കും. ഏത് മനുഷ്യനായാലും ആ മനുഷ്യന് അവൻ്റെ ആദിപൂർവികനുമായി ഒരു ആത്മബന്ധമുണ്ട്, ഒരു വൈകാരിക ബന്ധമുണ്ട്, ഒരു അദൃശ്യമായ ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ ആസ്പദമാക്കിയാണ് ജന്മപരമ്പരകൾ എന്ന് സങ്കല്പിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ ഇയാൾ ആരായിരുന്നു? പശുവിൻ്റെ പശുവിനെ കട്ടു പോകുന്നയാളാണ്, കള്ളനാണ്. കട്ടുകൊണ്ട് പോരുന്ന ആളുകളാണല്ലോ കള്ളൻ എന്ന് പറയുന്നത്. വസിഷ്ഠൻ്റെ പശുവിനെ കാമദേവനെ കട്ടുകൊണ്ട് പോന്നു. അപ്പോഴോ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് എന്നുവെച്ചാൽ അർത്ഥം ഭാര്യയെ പഠിച്ച് ജീവിച്ചിരുന്നവനാണ്. അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പോരെ, ഭാര്യയ്ക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മനസ്സിലാകാത്ത തരത്തിൽ ദുശാഠ്യക്കാരിയായ ഭാര്യയായിരുന്നു അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഭാര്യ പറഞ്ഞത് കേട്ടു. തേങ്ങ മോഷ്ടിക്കുന്ന പോലെയാണോ ഋഷിയുടെ പശുവിനെ കണ്ടുകൊണ്ട് വരുന്നത്? അവിടെ നിന്ന് വെണ്ടയ്ക്ക പറിച്ചുകൊണ്ട് വരുന്നത് പോലെയാണോ? മുനിയുടെ എല്ലാത്തരം ആവശ്യങ്ങളും യജ്ഞത്തിനുള്ള യാഗത്തിനുള്ള പിന്നെ ആശ്രമത്തിലേക്ക് വേണ്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും നൽകുന്ന പശുവിനെ മോഷ്ടിച്ചുകൊണ്ട് പോരുക. അവിടെ 10,000 വിദ്യാർത്ഥികൾ പഠിക്കുകയാണ് വസിഷ്ഠ ആശ്രമത്തിൽ, വേദങ്ങളും മറ്റ് ശാസ്ത്രങ്ങളും. അവർക്കൊക്കെ തൈരും മോരും കൊടുക്കുന്ന ആളാണ് ഈ പശു. മറ്റ് ഭക്ഷണ സാധനങ്ങൾ വേണ്ടി വന്നാൽ കൊടുക്കും. വസിഷ്ഠൻ അങ്ങനെ ചോദിക്കാറില്ലെന്നേ ഉള്ളൂ കാമധേനുവിനോട്. ആ കാമധേനുവിനെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മഹർഷിയുടെ സമ്പത്ത് മുഴുവനും മോഷ്ടിച്ചു കൊണ്ട് പോകുന്നു എന്നാണ്. കള്ളനായിരുന്നു ഭീഷ്മർ കഴിഞ്ഞ ജന്മത്തിൽ. ഈ ജന്മത്തിലും കണ്ടിട്ടില്ലേ? കട്ടു 3 സ്ത്രീകളെ. അപ്പോൾ 3 സ്ത്രീകളെ കട്ടതിനെ പോട്ടെ എന്ന് വിചാരിക്കാം. സ്ത്രീകളോടുള്ള സ്ത്രീ വിദ്വേഷം കൊണ്ട് പറയുന്നതല്ല അത്. അതെല്ലാവരും കാണുക, പിടിച്ചുകൊണ്ട് പോരുകയാണല്ലോ. തൻ്റെ വീര്യം കൊണ്ട്, തൻ്റെ ബലം കൊണ്ട്. കാമരാഗ വിവർജിതമായിരുന്നില്ല എന്നേ ഉള്ളൂ ആ ബലം. അതുകൊണ്ട് കൃഷ്ണൻ അംഗീകരിക്കുന്നില്ല ആ ബലപ്രയോഗത്തെ. ആ ബലപ്രയോഗത്തിൽ കാമമുണ്ടായിരുന്നു, രാഗമുണ്ടായിരുന്നില്ല, കാമമുണ്ടായിരുന്നു. അപ്പോൾ കാമവർജിതമല്ല ആ ബലം. അദ്ദേഹത്തിന് ഭാര്യയാക്കാനാണെങ്കിൽ അങ്ങനെ കൊണ്ടുപോരാം. ഇത് അനുജന്മാർക്ക് ഭാര്യയാക്കണമെങ്കിൽ അവർ പോയി പിടിച്ചുകൊണ്ട് വരണം. അല്ലെങ്കിൽ അതിന് അതിൻ്റേതായ സാമൂഹികമായ രീതികളുണ്ട്. ആ രീതിക്ക് അവരെ കൊണ്ടുവരാവും. ഇവിടെ പിന്നെ ഏതാ ഭീഷ്മരുടെ കളവ് എന്ന് പറയുന്നത്? പശുവിനെ കണ്ടുകൊണ്ട് പോകുന്നു. അല്ല, ഈ ജന്മത്തിൽ ചെയ്തു എന്ന് പറഞ്ഞു. പശുവിനെ കണ്ടുകൊണ്ട് പോകുന്നേ, അപ്പോഴും പശുവിനെ തന്നെയാണ് കട്ടത്. വിരാടന്റെ പശുവിനെ കട്ടുകൊണ്ട് പോകുന്നില്ലേ? ജന്മവാസന നിലപോക്കുന്നു. ദുര്യോധനനെ വിളിച്ചു, പിതാമഹ, നമുക്ക് അവർക്ക് നല്ല പശുക്കളുണ്ട്, വലിയ അകിടുള്ള പശുക്കളാണ്, ധാരാളം പാല് കിട്ടുന്ന പശുക്കളാണ്, വിരാടൻ്റെ പശുക്കളെ കട്ടുകൊണ്ടുവരാം. വിരാടൻ സുശർമാവിനോട് യുദ്ധത്തിന് പോയിരിക്കുന്നു, അതിൻ്റെ വടക്കേ അതിർത്തിയിലേക്ക്, വിരാട രാജ്യത്തിൻ്റെ. ഇവിടെ ആരുമില്ല. ചാരന്മാർ പറഞ്ഞു, നമുക്ക് അവരുടെ പശുക്കളെ, അവരുടെ ഗോശാലകൾ ആക്രമിച്ച് അവരുടെ പശുക്കളെ കട്ടുകൊണ്ടുവരാം, വാ എന്ന് പറഞ്ഞു. അദ്ദേഹം എന്താ പറയാ, നീ പോടാവുകയും ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയേ, ഞാൻ വയസ്സായില്ലേ, ഞാൻ കളവൊക്കെ നിർത്തി, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് കട്ടുകൊണ്ട് പോവാ, ഞാനില്ല എന്നല്ല പറഞ്ഞത്. ഉടനെ പുള്ളി തേരുകൊടുത്ത് ചാടി ഇറങ്ങി. അപ്പോൾ പഴയ കളവിൻ്റെ സ്വാദ് അങ്ങനെ കിടക്കുകയാണ് മസ്തിഷ്കത്തിലും ചിന്തയിലുമൊക്കെ. അത് അയ്യപ്പണിക്കർ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അതെ അതെ, വെറും ഒരു മോഷ്ടാവല്ല, കള്ളൻ തന്നെയാണ്. അപ്പം കള്ളനായിരുന്നു. കളവ് ചെയ്യാൻ മടിയില്ല. അത് കൃഷ്ണനെ വെണ്ണ കെട്ട് നിന്നൊക്കെ പറയുന്ന പോലെയല്ല. കൃഷ്ണൻ വെണ്ണ കെട്ട് നിന്നൊക്കെ പറയുന്നത് ഭാരതത്തിൽ അല്ല, മഹാഭാഗവതത്തിൽ വേറെ ഒരു സങ്കല്പത്തിൽ പറയുന്നതാണ്. ഭാരതത്തിലൊന്നുമില്ല. ഭാരതമാണ് മാരാറില് നമ്മുടെ പുതിയ എഴുത്തുകാരിലുള്ളതുപോലെ ഒരു കച്ചവട താല്പര്യം ഇതിന്റെ പിന്നിലുണ്ട്.
അങ്ങനെ ഒരു താല്പര്യമേ മാരാർക്കില്ല. മാരാരുടെ ചിന്ത, അദ്ദേഹം ആവിഷ്കരിക്കുന്ന വിചാരങ്ങളുടെ നേരെ അദ്ദേഹം പരിപൂർണമായി സത്യസന്ധനായിരുന്നു. അസത്യം എന്ന് പറയുന്നത് മാരാർക്കില്ല. ചിന്തയിൽ അസത്യമില്ല. കച്ചവടം എന്ന് ഞാൻ ഉദ്ദേശിച്ച ആശയങ്ങളുടെ കച്ചവടം, ആശയത്തിൻ്റെ കച്ചവടം എന്ന് പറഞ്ഞാൽ സെയിലബിൾ അങ്ങനെയില്ല. അത് തന്നെ ഞാനും പറയുന്നു, അങ്ങനെയില്ല. ആളുകൾക്ക് രുചിക്കുന്നത് നോക്കി എഴുതുക എന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. ആളുകൾക്ക് രുചിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇത്രയും പരിഹസിച്ചിട്ടുള്ള ആൾ അന്ന് മാരാരും സഞ്ജയനും മാത്രമേ ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പരിഹസിച്ച് വെച്ച് ശരീരത്തിൻ്റെ ഘടന പഴയ രീതിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പരിപൂർണമായി പരിഹസിച്ചിട്ട്. പക്ഷേ മാരാരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുകളഞ്ഞു, സഞ്ജയനെയും വിട്ടുകളഞ്ഞു. സഞ്ജയൻ അല്ലാതെ തന്നെ ചാകാരിരിക്കുകയാണ്. ഇപ്പോൾ പാർട്ടി വിചാരിച്ചിരുമ്പോൾ നമ്മളായിട്ട് അയാൾക്കൊരു പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും പാർട്ടി. എന്തായാലും ശരീരഘടനയ്ക്ക് കോട്ടം വരുത്തണമെന്ന് വിചാരിച്ചെന്നാൽ അത് പാർട്ടിക്ക് സാധിക്കുമായിരുന്നു. ശരീരത്തിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യുവർ. ഇപ്പോഴും വേണ്ടി വന്നാൽ ഭേദഗതി ചെയ്യും. അപ്പോൾ മാരാരെ ഉപദ്രവിച്ചിട്ടേ ഇല്ല, മാരാരെ ഗവനിച്ചിട്ടേ ഇല്ല. മാരാരുടെ ഇതിലെ ആശയങ്ങളൊക്കെ എടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും, ഈ ജീവൽ സാഹിത്യത്തിൻ്റെ പേരിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും മാരാരെ ഗവനിച്ചില്ല. ഏറ്റവും കൂടുതൽ ആ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചത് കുട്ടിക്കൃഷ്ണമാരാരായിരുന്നു. വലിയ വളരെ കൂർത്ത പരിഹാസമാണ് പാർട്ടിയുടെ നേരെ അദ്ദേഹം എഴുതി വിട്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്താൽ മതി? മുണ്ടശ്ശേരിയെ പോലെ ഒന്ന് ചാഞ്ഞു നിന്ന് കൊടുത്താൽ മതിയായിരുന്നു. മുണ്ടശ്ശേരി പാർട്ടിയിലേക്ക് ചാഞ്ഞു നിന്ന് കൊടുത്ത ആളാണ്. മാരാർ ചെയ്തില്ല. അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നില്ല. തനിക്ക് വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നാണ്. ഹിംസ, ഏതെങ്കിലും സമയത്ത് ഹിംസ പ്രയോഗിക്കുന്നത് ഒരു പുണ്യകരമായ ലക്ഷ്യത്തിൽ, സർവസുഖത്തിൻ്റെ ലക്ഷ്യത്തിൽ, സ്ഥിതി സമത്വത്തിൻ്റെ ലക്ഷ്യത്തിൽ എത്തുന്നതിന് ഹിംസ പ്രയോഗിക്കേണ്ടി വരും എന്ന് അനുശാസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിലും വിശ്വസിക്കാൻ മാരാർക്ക് സാധിക്കുമായിരുന്നില്ല. അങ്ങനെ വിശ്വസിക്കുകയില്ല മാരാർ. നന്മയുടെ പക്ഷത്താണ് മാരാർ എപ്പോഴും നിൽക്കുന്നത്. ഇതൊക്കെ അദ്ദേഹം തെറ്റിദ്ധരിച്ച് എഴുതിയതാണ്, അല്ലാതെ പുസ്തകം ചിലവായി പോകാൻ വേണ്ടി ചെയ്തതല്ല. അങ്ങനെ എഴുതിയാൽ രചിക്കുമെന്ന് കണ്ടിട്ട് എഴുതിയതല്ല, അങ്ങനെ എഴുതുകയില്ല. മഹാ ദുർവാശിക്കാരനായ സത്യസന്ധതയുള്ള ആളാണ് അദ്ദേഹം. സന്യാസിയെ ആട്ടി പുറത്തിറക്കിയതാണ്. സന്യാസിമാരോട് വലിയ ബഹുമാനമുള്ള മാരാർ ഇത് ശരിക്കും മാരാർ ഇങ്ങനെ തന്നെ വിശ്വസിച്ചിട്ടാണോ എഴുതിയത് എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. ഒരു സന്യാസി ആട്ടിപ്പുറത്താക്കി മാതൃഭൂമി ഓഫീസിൽ നിന്ന്. മാതൃഭൂമിയിൽ അദ്ദേഹം പ്രൂഫ് റീഡർ ആയിരുന്നല്ലോ. ആട്ടിപ്പുറത്താക്കി കളഞ്ഞു. സ്വാമി എന്ന് വെച്ചെന്നാൽ മഹാപ്രസിദ്ധനായ സന്യാസി. അത് അത്ര പരസ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. അതാണ് അദ്ദേഹത്തിൻ്റെ സത്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞാബദ്ധത. ഇപ്പോഴത്തെ വാക്ക് പറഞ്ഞാൽ പ്രതിബദ്ധത.